2 ദിവസം മുമ്പ് സുരേഷ് ഗോപിക്ക് ഒരു പരാതിയുമായിട്ട് ഒരു വയോവൃദ്ധൻ കയറി വരികയാണ്. അയാളുടെ കയ്യിൽ ഒരു പരാതി, അത് സുരേഷ് ഗോപിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കാതെ ഇതൊന്നും എൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഒരു ജനപ്രതിനിധിയും അങ്ങനെ പറയാൻ പാടില്ല. സ്വീകരിച്ചതിന് ശേഷം ചേട്ടാ ഇത് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ കൊടുക്കോ, ഞാനും വിളിച്ച് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് കുറച്ചുകൂടി പൊങ്ങുമായിരുന്നു. പക്ഷെ സുരേഷ് ഗോപി അത് വാങ്ങിച്ചില്ല. അത് വാങ്ങിക്കാത്തതുകൊണ്ട് ബില്ല് തെറ്റാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം 2 വർഷമായിട്ട് അദ്ദേഹം ഓരോ ആൾക്കാരെയും ഇതിനു വേണ്ടിയിട്ട് പോയി കാണുകയാണ്. അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള പ്രാദേശിക നേതാക്കൾ ഉണ്ടാകാം, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാകാം, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെടുക്കുക. അതുപോലെ പിന്നെ അവിടെയുള്ള പാർട്ടി പ്രവർത്തകരുണ്ടാകാം. അവരുടെയൊക്കെ മുന്നിലൂടെ ആയിരിക്കാം ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ പരാതിയും കൊണ്ട് പോകുന്നത്. അപ്പോൾ അവരാരും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അയാൾക്ക് 2 വർഷമായിട്ട് ഒരു നീതിയും കിട്ടിയില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പാവപ്പെട്ടവനായതുകൊണ്ട് മാത്രം ഇങ്ങനെയാണ്. ഏതായാലും സുരേഷ് ഗോപിയുടെ മുന്നിൽ പോയത് കൊണ്ട് മാത്രം അയാൾക്ക് ഒരു വീട് കിട്ടിയിരിക്കുകയാണ്. അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അതിന് നിമിത്തമായത് സുരേഷ് ഗോപി തന്നെയാണ്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ 2 വർഷമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപി അത് നിരസിച്ചതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചില ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിത്രങ്ങളാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുരേഷ് ഗോപി വാഗ്ദാനങ്ങൾ കൊടുക്കുന്നില്ല. അദ്ദേഹം പറയുന്ന ന്യായം ഇതാണ്, എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഞാൻ ചെയ്യില്ല, ഞാൻ വാങ്ങിക്കില്ല. പക്ഷെ അതിലൊന്നും ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യ ഒരു മാസമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യണം, അത് വാങ്ങിച്ചതിന് ശേഷം ചേട്ടാ സ്വീകരിച്ചു എന്നുള്ളൊരു ഇതെങ്കിലും വരുത്തണം. പിന്നെ ആ ഒരു വയോവൃദ്ധം പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വീകരിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ലായിരുന്നു. അയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളെ 2 വർഷമായിട്ട് ഇവിടെയുള്ള എല്ലാവരും ചേർന്നിട്ട് അയാളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അയൽവക്കത്ത് ഏതെങ്കിലും ഒരു പട്ടിണി കിടന്ന് നരകിക്കുന്നുണ്ടാകും. അവന് തിരിഞ്ഞു നോക്കിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അയൽവക്കക്കാരനും ഉണ്ടാവില്ല. അതുപോലെ അവന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും ഉണ്ടാവില്ല. പക്ഷെ ഇതേ ആൾക്കാർ തന്നെ അന്യദേശത്തോ ദൂരെ പല സ്ഥലങ്ങളിലുമുള്ള സ്ഥലത്തേക്ക് വേണ്ട സാധനങ്ങളും അതുപോലെ പൈസകളും കൊടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് വിട്ട് ഞാൻ ഇത്ര പൈസ കൊടുത്തു എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതൽ. നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഇപ്പോൾ വലിയ വലിയ സഹായങ്ങൾ ചെയ്യുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇതുപോലെ പട്ടിണി പാവങ്ങൾ കുറേ ഉണ്ടാകും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ചില വില്ലേജ് വാർത്തകളിലൊക്കെ വരുന്ന ഓരോരോ വീടുകളുടെയും അതുപോലെ തന്നെ സ്ഥലങ്ങളുടെയും കോലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഊതിപ്പെരിപ്പിച്ച ബലൂണാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം പലതും എന്ന് പറഞ്ഞാൽ പല പഞ്ചായത്തുകളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വീടുകളും ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പഞ്ചായത്ത് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു ജീവിതം കിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നത് ചില ജനപ്രതിനിധികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പം ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് നിർത്തിക്കുന്നതിന് പകരം ജനങ്ങളിൽ നല്ല ഇടപെടാൻ പറ്റുന്ന അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് നല്ല ഇതുള്ള, ശരിക്കും രാഷ്ട്രീയം നോക്കാതെ തന്നെ ഇടപെടണം. ഏത് രാഷ്ട്രീയ പാർട്ടിൻ്റെ കീഴിൽ വിജയിച്ചാലും, കോൺഗ്രസിൻ്റെ കീഴിലോ കമ്മ്യൂണിസ്റ്റിൻ്റെ കീഴിലോ അല്ലെങ്കിൽ BJPയുടെ കീഴിലോ ആരുടെ കീഴിലായാലും വേണ്ടിയില്ല, ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു പഞ്ചായത്ത് മെമ്പറെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് കൂട്ടായ്മകളുണ്ട്. ഇപ്പം ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളും നേതാക്കന്മാരുടെ അടുത്തും കയറി ഇറങ്ങേണ്ട. ആ അയൽവാസികളായ ഒരു 4 യുവാക്കൾ വിചാരിച്ചാൽ ഒരു കൂട്ടായ്മയിലൂടെ കുറച്ച് പൈസ സ്വരൂപിച്ച് ആ വീടൊന്ന് നന്നാക്കി കൊടുക്കാൻ കഴിയും. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ എന്താണ് അവിടുത്തെ സാഹചര്യം നമുക്കറിയില്ല. നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേഷ് ഗോപിയുടെ അടുത്ത് ഒരു പിന്നെ ഇതുമായിട്ട് പോകുന്നു, അദ്ദേഹം അത് നിരസിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിലും വാർത്ത വരുന്നു, അത് വാർത്താ മാധ്യമങ്ങളിൽ എല്ലാം വരുന്നു. അപ്പോൾ സുരേഷ് ഗോപിയാണ് എല്ലാവരും തെറി പറയുന്നത്. പക്ഷേ ഈ 2 വർഷം മനുഷ്യൻ നടന്നത് അതാരും പറയുന്നില്ല. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ നമ്മൾ സുരേഷ് ഗോപിനെ മാത്രം തെറി പറഞ്ഞോട് കാര്യമില്ല. ഒരു കണക്കിന് സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞല്ലേ ശരി, ഞാൻ കാരണം അയാൾക്കൊരു വീട് കിട്ടിയില്ലേ. അതിപ്പോൾ സുരേഷ് ഗോപി തന്നെയാണ് അടിച്ചുകൊണ്ട് പോയത്. ഇപ്പൊ വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞത് CPM ആണ്. അതുപോലെ തന്നെ കോൺഗ്രസ് അനങ്ങിയിട്ടില്ല. ഇനി കോൺഗ്രസ് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഉണ്ടോന്ന് അറിയില്ല. BJPക്കാരും ആരും അനങ്ങിയിട്ടില്ല. ഏതായാലും സുരേഷ് ഗോപി കാരണമാണ് അവിടെ ഒരു വീട് അയാൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് സുരേഷ് ഗോപി തന്നെ ഗോളടിച്ച്. കാരണം അങ്ങേര് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രെഡിറ്റും കൊണ്ടുപോയി. ഇപ്പൊ ക്രെഡിറ്റ് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഇനി ആരും കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. അവരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അന്യനാട്ടിലേക്ക് പോകൂ. കാരണം അന്യനാട്ടിൽ അവരുണ്ട്, അവിടെയുള്ള ആൾക്കാരുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലുമുള്ള സംഭവത്ത് കയ്യിൽ വെക്കണ്ട.
നിങ്ങളുടെ ആ സ്ഥലത്ത്, നിങ്ങളുടെ ആ പിന്നെ ഏരിയയിൽ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടോ? അതല്ലേ നോക്കേണ്ടത്. കുറേ നാൾ മുമ്പ് ഞാൻ ഇതേപോലെ ഒരു ഫേസ്ബുക്ക് ലൈവ് കണ്ടാണ്. ആ ലൈവിൽ നാളെ കല്യാണമാണ്, പൈസയില്ല, അതുപോലെ സ്വർണ്ണമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലൈവ് ഇടുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണ്. ആ വലിയ വലിയ ആൾക്കാർ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ സഹായം ചെയ്യാത്ത വ്യക്തികളൊന്നല്ല, സഹായം ചെയ്യുന്നവരാണ്. പക്ഷെ സ്വന്തം നാട്ടിലല്ല ഇതുപോലെയുള്ള സഹായങ്ങൾ പുറത്ത് ചെയ്തിട്ട് അങ്ങനെ ആ ഒരു പേരിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരെന്തുകൊണ്ടാണ് ഈ സ്വന്തം നാട്ടിൽ ചെയ്യാത്തത്? അതായത് ഞങ്ങൾ ചെയ്തിട്ട് ഇനിവൻ നന്നാകണ്ട. എല്ലാവർക്കും ഒരു കാര്യമുണ്ട്, എല്ലാവരും സഹായം മനസ്ഥികർ തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവൻ തൻ്റെ കാലിൻ്റെ കീഴിൽ ഇങ്ങനെ അടിമയോട് കൂടിയിട്ട് കിടക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കരമായ പ്രബുദ്ധരാണ് മലയാളി, പ്രബുദ്ധരാണ് കേരളം എന്നൊന്നുമില്ല. മലയാളികൾക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ചാബല്യങ്ങളും കാര്യങ്ങളും മുഴുവനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ചുറ്റുവട്ടത്തേക്ക് നോക്കി ജീവിച്ചാൽ അതാണ് ഏറ്റവും നല്ലൊരു മഹത്വമായ ഒരു എന്താ പറയേണ്ടത് ഒരു ജീവകാരുണ്യം എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും കൊടുക്കുന്നവരാണ്, കൊടുക്കാത്തവരൊന്നുമില്ല. മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ 35 കോടി പിരിച്ചു, അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ചികിത്സക്ക് വേണ്ടിയിട്ട് പിരിച്ചു. ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ, ഇതൊക്കെ ചെയ്യാത്തൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു വലിയ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ചികിത്സിക്കുന്ന ഒരു ആശുപത്രി ഉണ്ടാക്കിയിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഉണ്ടാക്കിയിട്ടാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് അവിടെ പോയിട്ട് ചികിത്സിക്കാൻ കഴിയും. അപ്പോൾ ഏതായാലും നമ്മൾ വിഷയത്തിൽ നിന്നും പോകുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ചു വരുന്നത് ഇതാണ്. അതായത് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നീതി കിട്ടണം. ഒരു സുരേഷ് ഗോപിക്ക് ഒരു ഇത് കൊണ്ടു കൊടുത്തു എന്ന് കരുതിയിട്ട് അങ്ങേരക്ക് വീട് കിട്ടിയിട്ടുണ്ടാകാം, പക്ഷെ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെയാണ് നോക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുണ്ടായിട്ടും അത് തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് വലിയ വീടെടുക്കണം എന്ന് കരുതിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് കിട്ടുമോ എന്ന് നോക്കി നടക്കുന്ന ആളെയല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ്, അതായത് ഒരു മനുഷ്യന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയാളുടെ ആവശ്യം, ആ ഒരു മനുഷ്യന് വേറെ വഴിയൊന്നുമില്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, അതാണ് നോക്കേണ്ടത്. ഇന്നിപ്പോൾ സുരേഷ് ഗോപി ഇതിപ്പോൾ ഇങ്ങനെ റിജക്റ്റ് ചെയ്തു. അവിടെയുള്ള ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാക്കന്മാർ ഇടപെട്ടിട്ട് ചേട്ടാ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് തന്നെ ഒരു വലിയൊരു നേട്ടമായിരുന്നു. സുരേഷ് ഗോപിയുടെ പാർട്ടിക്ക് തന്നെ ഒരു വലിയൊരു നേട്ടമാകുമായിരുന്നു. പക്ഷേ അവരാരും അത് ചെയ്തില്ല. അവരെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വെറുപ്പിൻ്റെ ഇതൊന്നുമല്ല ഒരു ജനപ്രതിനിധി, ഇപ്പം പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലെയുള്ള ആള് അദ്ദേഹത്തോടൊന്നും അങ്ങനെയല്ല പെരുമാറേണ്ടത്. കുറച്ചുകൂടി ഇതായിട്ട് അദ്ദേഹം ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പറയണം ചേട്ടാ നിങ്ങൾ 2 വർഷമായിട്ട് ഇതിനു വേണ്ടി നടക്കുകയാണോ? നിങ്ങളെ ആരാണ് നിങ്ങളുടെ മെമ്പർ, ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം എന്ന് മാത്രം പറഞ്ഞിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞാലോ, ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി വിളിച്ചു പറഞ്ഞാലൊന്നും കേൾക്കാത്ത ആൾക്കാരൊന്നും ഇല്ല. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജയിച്ച ഒരു MP ആണ്, അല്ലാതെ തോറ്റ MP അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളാരും വെറുപ്പും വിരോധവും ഇതൊന്നും വെച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. ഓരോരോ ആൾക്കാരെ പിന്നെ എന്താ പറയുക ഓരോ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എന്ന് പറഞ്ഞ് നമുക്ക് തൃപ്തിയുള്ള ആൾക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള MP മാരിലും ഒരു MP സുരേഷ് ഗോപി അത്രമാത്രം ഞാൻ കരുതുന്നുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാനുഷിക ശക്തിയോ അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ MP മാരായി കഴിഞ്ഞാലും അവരൊക്കെ എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുമ്പോഴും നമ്മൾ പലപ്പോഴും കാണുന്നത്, പിന്നീട് കാണുന്നത് വല്ലപ്പോഴും ഒരു പരിപാടിക്ക് കണ്ടു അത്ര മാത്രമാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ MP ആരായിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മാർക്സിസ്റ്റ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ എപ്പോഴാണ് വരുന്നത് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.